ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുതിയ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പബ്ജിയെ കുറിച്ചിട്ടാണ്. പബ്ജിയിലെ ഒരു ചെറിയൊരു ട്രിക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് നമ്മളിൽ പലർക്കും ഈ ട്രിക്കിനെ കുറിച്ച് അറിയാം, പക്ഷേ എനിക്ക് ഉറപ്പാണ് 70% ആൾക്കാർക്ക് പോലും ഈ ട്രിക്കിനെ കുറിച്ച് അറിയില്ല. ഈ ട്രിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഗെയിമിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിൽ വന്ന എന്തോ ഒരു പിഴവ് കൊണ്ടാണ്. അത് എനിക്ക് വളരെ കൂളായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് പറയണമെന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു ഹാക്ക്ഡ് വെർഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഈ എന്തെങ്കിലും പ്രശ്നത്താൽ നമുക്ക് റിപ്പോർട്ടിങ് കിട്ടിയാൽ പോലും നമുക്ക് ഇത് പ്രശ്നമായിട്ട് ഭവിക്കില്ല. ലൈക്ക് നമുക്കൊരു ബാനിങ് ഒന്നും കിട്ടില്ല ഇത് ട്രിക്ക് ചെയ്യണമുണ്ട്. ഞാനൊരു 6-7 വട്ടമായി ഈ ട്രിക്ക് ഞാൻ ചെയ്യുന്നു, പക്ഷേ എനിക്ക് ബാനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിവിടെ ഇറങ്ങേണ്ടത് എംബ്രാങ്കിൾ മാപ്പിൽ റൂയിൻസിലാണ് നമ്മൾ ട്രിക്ക് ചെയ്യാൻ ഇറങ്ങേണ്ടത്. ഈ ട്രിക്ക് വളരെ കൂളാണ്. അതുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിവിടെ ഇറങ്ങേണ്ടത് റൂയിൻസിലാണ്. എൻ്റെ ഒപ്പം ഏതൊരു ഹിന്ദിക്കാരനുണ്ട്, ആരാണെനിക്ക് അറിയില്ല. ഇത് ആളെനിക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആളെ കൂട്ടിയത്. ഞാൻ സോളോ കളിക്കാറ് പതിവ്. പിന്നെ നമുക്ക് റൂയിൻസിലിറങ്ങാം. റൂയിൻസിലിറങ്ങുമ്പോൾ ഹിന്ദിക്കാരൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്തുള്ള വെള്ളമുള്ള ഭാഗത്തിൻ്റെ അടുത്തുള്ള വല്ല വീട്ടിലിറങ്ങാം. അവിടെ നമുക്ക് പരമാവധി ലൂട്ടെടുക്കുകയാണ് നല്ലത്. കാരണം ഇവിടേക്ക് അധികം ആരും വരാൻ ചാൻസ് ഇല്ല, പക്ഷേ വെള്ളമുള്ള ഭാഗത്തേക്കൊക്കെ അധികം ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ നല്ല ലൂട്ടുള്ളതാണ്. പിന്നെ റൂയിൻസിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് പരമാവധി ലൂട്ടെടുക്കാം. കാരണം ഇവിടെ നിന്ന് എടുക്കണത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ കാരണം നമ്മൾ ആ ട്രിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിൽ പരമാവധി ആമോ സാധനങ്ങളൊക്കെ നമ്മളിൽ വേണം. കാരണം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റും, അതിന് വേറെ ട്രിക്കാണുള്ളത്. ജസ്റ്റ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. വഴിയിൽ കാണുന്ന ലൂട്ടൊക്കെ ലൂട്ട് ചെയ്യാണ് നല്ലത്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ ആ ഭാഗത്ത് എത്താറായി. ഫസ്റ്റ് നമുക്ക് അടുത്തുള്ളൊരു വീട്ടിൽ കയറാം. പിന്നെ ഇവിടെ നിന്ന് കൂടി ഒന്ന് ലൂട്ട് ചെയ്തിട്ട് നമുക്ക് പോവാം. എല്ലാ തോക്കുകളായി നമുക്ക് മുകൾ ഭാഗം കൂടി കയറി നോക്കാം. ഇവിടെയാണ് നമ്മൾ ട്രിക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുക. അടുത്തൊന്നും ആരുമില്ല, അതൊന്നും പ്രശ്നമില്ല. നമുക്ക് വേഗം ആ വീട്ടിൽ കയറണം. ഈ ബസ്സിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. സംഭവം കാണുമ്പോൾ ഒരു ഡെഡ് ബസ്സാണ്. നമ്മൾ ആർക്കും ഇതിനുള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇതിലൊന്ന് കയറാൻ പറ്റുമോ നോക്കാം. ഈ ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അടച്ച് നിൽക്കുക. രണ്ടോടാക്കുമ്പോഴേക്കും നമ്മൾ ഇതിനുള്ളിൽ കയറും. ഇപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ കയറി വേണ്ട. ഇതിന് പുറത്തേക്ക് നമുക്ക് എല്ലാതും കാണാം, പക്ഷേ പുറത്തുനിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് ഒന്നും കാണില്ല. പക്ഷേ നമുക്ക് ഉള്ളിൽ നിന്നും എല്ലാവരെയും പുറത്തേക്ക് കാണാം. അപ്പോൾ നമുക്കിപ്പോൾ പുറത്തേക്കൂടെ ഒരാൾ പോവുകയാണെങ്കിൽ നമുക്ക് ആൾ വെടിവെച്ച് കൊല്ലാം. ഇപ്പോൾ സപ്പോസ് നമുക്ക് ആ ഡോറൊന്ന് പൊളിച്ച് നോക്കാം. വേണ്ട, ആ ഡോറ് തകർന്നു. വേണ്ട, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആരും വെടിവെക്കാൻ പറ്റും, പക്ഷേ പുറത്തുനിന്ന് ഒരാൾക്ക് വെടിവെക്കാൻ പറ്റില്ല. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ, ഇതിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് കറക്കാൻ ഒരു വഴി എന്ന് പറയണത് സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഒരു വഴി എന്ന് പറയണത് നമ്മുടെ തന്നെ ബോംബ് അടിയിലിട്ടിട്ട് നമ്മൾ അതിൻ്റെ അടി വാങ്ങുമ്പോൾ നമ്മൾ നോക്കൗട്ടായിട്ട് പുറത്തേക്ക് പോകും. പക്ഷെ എനിക്കിവിടെ പറ്റിയില്ല, കാരണം ഞാൻ ബോംബ് പൊട്ടിയിട്ടും ഞാൻ നോക്കൗട്ടായില്ല. അപ്പോൾ നമ്മൾ ലോക്കൗട്ടായിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നമ്മളെ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ 2 പേരായിട്ട് ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് ഇത്രയ്ക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മളല്ലാണ്ട് വേറെ നമ്മുടെ വണ്ടിയുടെ ഏത് സൈഡിലേക്ക് വെടിവെച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് നമ്മൾ കയറി വന്ന ഡോറിൻ്റെ അവിടെ നിന്നിട്ട് വീണ്ടും ഡോറ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എന്തോ ഒരു ഗെയിം ഡെവലപ്മെൻറ്റിൽ പറ്റിയ എന്തോ ഒരു പിഴവ് കാരണം നമ്മൾ കയറിയ പോലെ തന്നെ ഇറങ്ങാനും പറ്റും. അതാണ് വേറൊരു വഴി ഞാൻ കണ്ടത്. ഇങ്ങനെ 2 വഴിയില്ലാണ്ട് വേറെ ഇതിന് പുറത്തേക്ക് കിടക്കാനൊരു വഴിയില്ല. പക്ഷേ ഈ 2 വഴി എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ അറിയുന്ന ഒരാളായിട്ട് ഡുവോ കളിച്ചിട്ടില്ല. ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ അപ്പോൾ ഒരു ഹിന്ദിക്കാരനാണ്. ആളോട് പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ല, കാരണം എനിക്ക് ഹിന്ദിയും അറിയില്ല. അല്ലാണ്ട് വേറെ നമ്മുടെ വണ്ടിയുടെ ഏത് ഭാഗത്തേക്ക് വെടിവെച്ചാലും
അത് തന്നെ മാഞ്ഞു പോകുള്ളൂ. അല്ലാണ്ട് അത് വെച്ചിട്ട് ആ ഡോറ് പൊളിയാനോ ഒന്നും ആ ബസ്സിന്മേൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഒരാളെ അടുത്ത് കാണുന്നില്ല. എവിടെ നിന്നോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതാ ഒരു ആൾ വരുന്നുണ്ട്. ഒരു കുരങ്ങൻ്റെ തല വെച്ചിട്ട് ഒരാൾ നടന്നു വരുന്നുണ്ട്. നമുക്ക് ആളെ കൊന്നു നോക്കാം. ആളെ കാണാനില്ല. ആള് നോക്കൗട്ടായിട്ടുണ്ട്. ആള് വെള്ളത്തിനിടയിൽ കൊണ്ട് നടന്നു പോകാൻ തോന്നുന്നു എനിക്ക്. നോക്കൗട്ടായിട്ട് അതേ നടന്നു പോകുന്നു. നമുക്ക് ആളെ കൊല്ലാം. നമുക്ക് ആളെ കൊന്നു നോക്കാം. എത്ര വിളിച്ചിട്ട് ചാവുന്നല്ലോ. ആള് മരിച്ചു. വേണ്ട, ഇപ്പോൾ നമുക്ക് ഉള്ളിലിരുന്നിട്ട് നമുക്ക് പുറത്തേക്ക് ആരും വേണമെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ പറ്റുന്നുണ്ട്. പക്ഷേ പുറത്തുനിന്ന് ഒരാൾക്ക് നമ്മൾ ഉള്ളിലേക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല. കാരണം നമ്മൾ പബ്ജിയിൽ ഇതേപോലെ ഒരുപാട് ഡെഡ് ആയിട്ടുള്ള വെഹിക്കിൾ കണ്ടിട്ടുണ്ട്. കാറുകൾ, പിന്നെ ഇങ്ങനത്തെ ബസ്സുകൾ കുറേ എണ്ണം ഡെഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അതിനുള്ളിലേക്ക് നമുക്ക് കയറാനും പറ്റില്ല, ഇറങ്ങാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഇതിനുള്ള എന്തോ ഒരു ഗെയിം ഡെവലപ്മെൻറ്റ് എന്തൊരു പിഴവ് കാരണം നമുക്ക് ഇതിനുള്ളിൽ കയറാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പക്ഷേ നമുക്ക് ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ പുറത്തുനിന്ന് ആൾക്ക് ഒരിക്കലും നമ്മളെ കാണാൻ കഴിയില്ല. ഇത് ഒരിക്കലും റിപ്പോർട്ട് ചെയ്ത് നമുക്ക് ബാങ്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മുടെ ഹാക്ക് ചെയ്ത് ഉണ്ടാക്കിയതല്ല ഇത്. വേറെ ആർക്കെങ്കിലും കാണാനില്ല. എനിക്ക് ഇത്ര നേരം ഇവിടെ നിന്നിട്ട് ഒരാളെ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ഇവൻ ഞാൻ സോണിൻ്റെ സെൻറ്റർ ഭാഗത്തായിരുന്നിട്ടു. ഈ ഡോറേഞ്ച് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. വേറൊരാളെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെ, ആളുകളെ കൊന്നു നോക്കാം. ആളുടെ കൂട്ടുകാരനാണ്. മുമ്പ് ഞാൻ കൊന്ന ആളുടെ കൂട്ടുകാരനാണ് തോന്നുന്നുണ്ട്. കൊല്ലാം. ആള് മരിച്ചു. ഇപ്പം നമ്മൾ 2 പേരെ കൊന്നു ഇതിനുള്ളിരുന്നിട്ട്. ഏതാണ്ട് 20 മിനിറ്റോളമായി ഞാൻ ഈ ബസ്സിനുള്ളിലിരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആകെ 2 പേര് മാത്രമേ ഈ ബസ്സിനെ പാസ് ചെയ്ത് പോയിട്ടുള്ളൂ. ആ 2 പേര് നമുക്ക് കൊല്ലാൻ കഴിഞ്ഞു. ഈ ട്രിക്ക് വളരെ കൂളായിട്ട് എനിക്ക് തോന്നി. ഇതേപോലത്തെ സ്ഥലങ്ങൾ പല മാപ്പിലും പല സ്ഥലത്തും ഉണ്ടാവാതിരിക്കാം. പാരഡൈസ് റിസോർട്ട്, സനോഹിലെ പാരഡൈസ് റിസോർട്ടിലൊക്കെ ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടു. നിങ്ങൾക്ക് അങ്ങനെ എവിടെയെങ്കിലും കണ്ടാൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. ഇത് ഗെയിം ഡെവലപ്മെൻറ്റ് വന്ന എന്തോ ഒരു മിസ്റ്റേക്കിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് പുറത്തേക്ക് ആരും വേണമെങ്കിൽ കൊല്ലാൻ പറ്റും. പക്ഷെ ആർക്കും നമ്മളെ കാണാൻ പറ്റില്ല. കാരണം ആരും വിചാരിക്കില്ല ഇങ്ങനത്തെ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ ഒരാളിരിക്കില്ലെന്ന് ആർക്കും വിചാരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് പോയിരിക്കുകയാണ്, ട്രാപ്പായി പോയിരിക്കുകയാണ്. കാരണം വേറൊരു ഫ്രണ്ട് എനിക്കില്ല. വേറെ ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് എനിക്ക് കിടക്കാമായിരുന്നു കുറച്ചിട്ട്. പക്ഷെ വേറൊരു ഫ്രണ്ട് എൻ്റെ ഒപ്പം ഇല്ല. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടുപോയിരിക്കുകയാണ്. പക്ഷേ 2 ഡുവായിട്ട് കളിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു വഴിയായിട്ട് എനിക്ക് തോന്നുന്നത്. സോ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതെൻ്റെ ചാനലത്തെ 2ാമത്തെ വീഡിയോ ആണ്. പ്ലീസ് സപ്പോർട്ട്.